ശ്രീ ബൈജു കൊട്ടാരക്കര, ജാമ്യം 7.5 വർഷം വിചാരണ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലാണ് സ്വാഭാവികമായും സമാനമായിട്ടുള്ള നിലപാടുകൾ സുപ്രീം കോടതി പല കേസുകളിലും സ്വീകരിച്ചതുപോലെ അവിടെ ആശ്വാസകരമാവുകയാണ് പൾസർ സുനിയെ സംബന്ധിച്ചോളം. അതേസമയം തന്നെ ഇതെന്തൊരു വിചാരണയാണ്, എന്ത് വിചാരണയെന്ന് താങ്കളടക്കം ഇരകളൊക്കെ ഉൾപ്പെടെ പല രീതിയിൽ പലപ്പോഴായി കൺസേൺ പുറപ്പെടുവിച്ച അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരമോന്നത കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ബൈജു, ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഉത്തരവിനെ ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയിട്ടുള്ള ഒരുപാട് നിരീക്ഷണങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രതീക്ഷ, അതായത് ഈ സുപ്രീം കോടതിയിൽ തന്നെ 2 പ്രാവശ്യം വിചാരണ കോടതി സമയം നീട്ടിക്കിട്ടാനായി പോയിട്ടുണ്ട്. ആദ്യം പോയി 6 മാസം കൊടുത്തു, വീണ്ടും പോയി 6 മാസം സുപ്രീം കോടതി തന്നെയാണ് സമയം നീട്ടിക്കൊടുത്തത്. അതിനുശേഷമാണ് ഇവർ ഈ വിചാരണ നീട്ടിക്കൊണ്ട് പോകുന്നത്. അതായത് 107 ദിവസമാണ് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ വിസ്തരിച്ചത്. 107 ദിവസം. കേട്ടുകേൾവി പോലും ഇല്ല ഇത്രയും ദിവസം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുന്നത്. ഇതിന് മുമ്പ് ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ മുഖ്യ സാക്ഷിയെ 46 ദിവസം അവിടെ വിസ്തരിച്ചു. ഇതിലെന്തായാലും ബൈജു പൗലോസിൻ്റെ വിസ്താരം കഴിഞ്ഞു, ഈ ബാലേന്ദ്രകുമാറിനെ കഴിഞ്ഞു. അദ്ദേഹം അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇത് ആശുപത്രിയിൽ പോലും അദ്ദേഹത്തിന് പോകാനുള്ള ഒരു സമയം കൊടുക്കാതെയാണ് അദ്ദേഹത്തെ വിസ്തരിച്ചുകൊണ്ടിരുന്നത്. അത് വേറെ സത്യമാണ്. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊന്നുമല്ല, ഈ പൾസർ സുനി എന്ന് പറയുന്ന ഇതിലെ 1-ാം പ്രതി, ഈ 1-ാം പ്രതി ആദ്യം ജയിലിൽ കിടന്നപ്പോൾ ഇയാൾ ജിൻസൺ എന്ന് പറഞ്ഞ ഇയാളുടെ ഒരു സഹ തടവുകാരനുണ്ട്, തൃശ്ശൂരുള്ള ഒരാളാണ്. ഞാൻ ജിൻസണുമായി സംസാരിച്ചിട്ടുണ്ട്, ജിൻസന്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ഈ ജിൻസന് ഒരിക്കൽ ഫോൺ ചെയ്തു, എനിക്കൊരു 250 രൂപ വേണം. ആ 250 രൂപ എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വല്ലപ്പോഴും എനിക്കൊന്ന് ഫോൺ ചെയ്യണം, ഫോൺ ചാർജ് ചെയ്യാനാണ്, പൈസ ഇല്ല. അങ്ങനെ പറഞ്ഞൊരു ഫോണാണ് ഈ ജിൻസൺ അയക്കുന്നത്. ജിൻസൻ്റെ കയ്യിൽ അതിൻ്റെ ഓഡിയോയുടെ ക്ലിപ്പ് വരെയുണ്ട്. അങ്ങനെ പറഞ്ഞ പൾസർ സുനി, ഈ പൾസർ സുനിക്ക് ജയിലിലെ ശമ്പളം എന്ന് പറയുന്നത് 63 രൂപ മുതൽ 100 രൂപ വരെയാണ്. അടുക്കളയിലാണ് അയാൾക്ക് ജോലി എന്നും പറയുന്നു. അങ്ങനെയുള്ള ഈ പൾസർ സുനിക്ക് 3 പ്രാവശ്യം, ഇതിപ്പോൾ 4-ാം തവണയാണ്, 4-ാം തവണയും ഈ സുപ്രീം കോടതിയിൽ പോയി ഏതാണ്ട് കോടിയോടടുത്ത് പണം കൊടുത്ത് ഒരു വക്കീലിനെ വെച്ച് ജാമ്യം നേടണമെങ്കിൽ ഇതിനുള്ള പണം ഹൈക്കോടതിക്ക് ക്ഷമ നശിച്ചു. ശ്രീ ബൈജു, പലതവണയായിട്ട് ചെല്ലുകയാണ് ഹൈക്കോടതിയിലും. ആ താങ്കൾ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിലും അതിനേക്കാൾ വലിയ പ്രോസസ്സാണ് നടന്നത്. അല്ല, അതാണ് പ്രതീക്ഷ പറഞ്ഞത്. ഈ ഇത്രയും പണം, ഏതാണ്ട് 1 കോടി അടുപ്പിച്ചുള്ള പണമാണ് കൊടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്രയും പണം കൊടുക്കാൻ ഈ പൾസർ സുനിക്ക് എവിടെ നിന്നാണ് പണം ഉണ്ടായത്? ഇയാൾ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന പൾസർ സുനി പുറത്തിറങ്ങേണ്ടത് ആരുടെയാണ് അത്യാവശ്യം? അത് മാത്രമേ ഉള്ളൂ. ഈ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നോക്കണം, ഇനി ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് 8-ാം പ്രതി ദിലീപുമായും ബാക്കിയുള്ള ചില കൂട്ടുകെട്ടുകളും കാര്യങ്ങളും എല്ലാം വന്ന് നേരെ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതിന് യാതൊരു സംശയവുമില്ല. ഇത് മാത്രമല്ല, ഇതിനകത്ത് സംസ്ഥാന സർക്കാർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സുനി ഈ ജാമ്യത്തിലിറങ്ങിയാൽ മുങ്ങും, നല്ല വിശേഷങ്ങളാണ് കൊടുത്തിരുന്നത്. കേരള പോലീസിന് ഇവിടെ മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കേരള പോലീസ് മുഴുവൻ. ജാമ്യത്തിലിറങ്ങിയാൽ ഈ പൾസർ സുനി മുങ്ങും, ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും. ഏത് ദൃശ്യങ്ങളാണ്? ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ. അപ്പോൾ ആ ദൃശ്യങ്ങൾ പൾസർ സുനിയുടെ പക്കലുണ്ട് എന്ന് സർക്കാരിന് എങ്ങനെ അറിയാം? ഒന്നത്. 2, പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തീർച്ചയായും പൾസർ സുനിക്ക് ജാമ്യം കൊടുക്കരുത് എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നമ്മുടെ 3 കോടതിയിൽ നിന്ന്, അങ്കമാലി കോടതിയിൽ നിന്ന്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന്, വിചാരണ കോടതിയിൽ നിന്ന് 3 പ്രാവശ്യം ഇത് ചോർന്നതിനെ കുറിച്ച് ആർക്കും ഒന്നും അന്വേഷിക്കണ്ട. അതിനുള്ള ഒരു വിവരങ്ങളുമില്ല, ആരും ഒന്നും പറയുന്നുമില്ല. അപ്പോൾ അത് ചോർന്നതാണോ സർക്കാരിന് കൺസേൺ ഇല്ലാത്തത്? കോടതിക്കുള്ളിൽ നിന്ന് ചോർന്ന സാധനങ്ങൾക്കാണോ കൺസേൺ ഇല്ലാത്തത്? അതോ പൾസർ സുനി വെളിയിൽ ഇറങ്ങുമ്പോൾ ഇതിനി വീണ്ടും ചോരും, അല്ലെങ്കിൽ വീണ്ടും ഇദ്ദേഹം ഇത് പ്രചരിപ്പിക്കും എന്ന് പറയുന്നതിലാണോ കൺസേൺ സർക്കാരിന്? എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? ഇത് ആരുടെ കണ്ണിലാണ് ഇവരൊക്കെ പൊടിയിടുന്നതെന്ന് അറിയാൻ പാടില്ല.